റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു ആകില റിബാ വമൂകില. പലിശ തിന്നുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അത് തീറ്റിപ്പിക്കുന്നവരെയും, വശാഹിദൈഹി അതിനെ സാക്ഷി നിൽക്കുന്നവരെയും, വകാതിബഹു അതിന്റെ അക്കൗണ്ടന്റുമാർ, ഹും ഫീഹി സവാ അവരെല്ലാം ഇതിൽ ഒരുപോലെയാണ്. വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. വട്ടിപ്പലിശയും അല്ലാത്ത പലിശയും ഒക്കെ ഉണ്ടാവും. അടവിന് സാധനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു സാധനത്തിന്റെ വില 1000 അത് 1000 കൊടുത്താൽ സാധനം തരും. അടവാണെങ്കിൽ അത് അടക്കുമ്പോൾ 1200 ആകുന്നുണ്ട്, എന്നാൽ അത് പലിശയാണ്. ഏറെ കൊടുക്കുന്നത് പലിശയാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഗതികേടിലാണ് എന്ന് അള്ളാഹിനോട് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടോ? അപ്പോഴേ നിങ്ങൾക്കത് പറ്റുള്ളൂ. വേറെ ഒരു വകുപ്പില്ല. നിങ്ങൾ മജ്ബൂറാണ്, കുടുങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ പറ്റില്ല. ഉണ്ടിക്ക് പൈസ അയക്കുമ്പോൾ അങ്ങനെയാണ്. ഗൾഫിൽ നിന്നൊക്കെ അയക്കുമ്പോഴേ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയക്കുമ്പോഴേ അത് പറ്റുമോ പറ്റൂല എന്നത് വലിയൊരു ഡിബേറ്റാണ്. ഒരു ഗവൺമെന്റിനെയും പറ്റിക്കാൻ പാടില്ല എന്ന, ഒരു ഗവൺമെന്റിന്റെയും നിയമത്തെ മറികടക്കാനും പാടില്ല. പക്ഷെ അതിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, 1,00,000 നാട്ടിൽ ഞാൻ കൊടുത്തേക്കാം, പക്ഷെ അടവായി തന്നാൽ മതി, തിരിച്ചുവരുമ്പോൾ 1,10,000 ആവും, 1,20,000 ആവും. അത് പലിശയായപ്പോ സമയബന്ധിതമായി കൊടുക്കുന്ന കടത്തിന് ഏറെ വാങ്ങിക്കുന്നത് പലിശയാണ്. പിന്നെ ബാങ്കിൽ പോകുന്ന പലിശകളൊക്കെ പറയേണ്ട കാര്യം, അതൊക്കെ സർവ്വസാധാരണമാണ്. ബാങ്കിൽ ലോണില്ലാത്ത, അവിടെ പണയം വെച്ചിട്ടില്ലാത്ത ഏത് വീട്ടുകാരാണോ ഒന്ന് കൈപൊക്കിയാട്ടെ. ഒരു ബാങ്കിൽ ഒരു ലോണും ഇല്ല, ഒരു പണയവും ഇല്ല, ഒരാൾക്കും അടക്കാനില്ല. അൽഹംദുലില്ലാഹ്. ഉണ്ട് ഏകദേശം ഒരു മോർ ദാൻ ഹാഫ് ഓഫ് ദ ഓഡിയൻസ്. അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹ്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് എങ്ങനെ കൈപൊക്കിയെന്ന് അറിയില്ല. ഭർത്താവ് അറിയാതെ ഓല് കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. മാലക്കവിടെ ഉണ്ടാവുമല്ലോ എന്ന്, അത് കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. ഓല് അതുകൊണ്ട് അടിച്ചു പൊളിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പിന്നെ അറിയാം പടച്ചോനെ ഇതൊക്കെ പോയല്ലോ എന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ. പലിശ എവിടെ കുറവ് എന്ന് നോക്കണം, അതാ വലിയ ഡേഞ്ചർ. എവിടെ പലിശ കുറവ്, അവിടെ എത്രയുള്ളൂ, ഇവിടെ എത്രയുള്ളൂ. രണ്ടും തീയാണ്, രണ്ടും തീയാണ്. അത് ഏതാ കൂടുതൽ കത്തണത്, ഏതാ കുറച്ച് കത്തണമെന്നാണ് നോക്കുന്നത്. കയ്യിൽ വെച്ച ചൂട് ചോര് പോലെയല്ലേ. അതുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ നമ്മളത് ഉണർത്തുന്ന വിഷയമാണ്. എന്നാലും ഒന്നും കൂടെ പറയാണ്, പലിശ ബാങ്കുകളുടെ ജോലികൾ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും പലിശ തന്നെയാണ്. അത് പാർട്ടി നടത്തുന്നതല്ലേ. പാർട്ടി നടത്തുന്നത് ഹറാമെങ്കിൽ ഹറാം തന്നെയാണ്, വലിയ സംശയമില്ല. പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ നിഷിദ്ധം തന്നെയാണ്. അത് ആലിമ്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ അറിയാം, സാധാരണക്കാർക്ക് അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മുടെ ഇടപെടലോ കാര്യങ്ങളോ വേണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷുറൻസ് നമ്മൾ മജ്ബൂറാണ്. വണ്ടിന്റെ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അള്ളാഹു പുറത്തു തരും, കാരണം മജ്ബൂറാണ്. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാണുന്നുണ്ട് അല്ലെ. നിങ്ങൾ എത്രയാണോ പേ ചെയ്യുന്നത് ആ പൈസയുടെ ചികിത്സ, നിങ്ങൾ 5000 കൊടുത്തിട്ടാ പോളിസി എടുത്തത്, 5000 രൂപയുടെ ചികിത്സ നിങ്ങൾക്ക് ജായിസാണ് അല്ലെ. വലിയൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി വന്നു, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, നിങ്ങൾക്ക് ഒരു നിലക്കും അത് പേ ചെയ്യാൻ കഴിയില്ല, മജ്ബൂറാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഇല്ലാ മൗതുരിർത്തും, നിങ്ങൾക്ക് ഗതികേട് കൊണ്ട് കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പന്നിമാംസം തിന്നാം എന്ന് ഖുർആൻ പറഞ്ഞോ. അതുപോലത്തെ ഒരവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോളിസി കൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ പൈസയല്ല, ഒരുപാട് ആളുകളുടെ കാശാണ്. അതും ലോട്ടറിയൊക്കെ ഒരുപോലെയാണ്, അതല്ലെങ്കിൽ അതിന്റെ സമാനമാണ്. അത് പിന്നെ ബൈത്തുൽ മാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വെറുതെ പച്ച നുണ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ബൈത്തുൽ മാലല്ല, ബൈത്തുൽ മാൽ വേറെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ പോളിസിയുടെ എമൗണ്ട് എത്രയാണോ അത് നിങ്ങളുടെ ഹക്കാണ്. അതിലേറെ വരുന്നത് നിങ്ങളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റും, നിങ്ങൾ പേ ചെയ്തേ പറ്റൂ. നിങ്ങൾ കുടുങ്ങിപ്പോയി, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, എന്നാൽ അത് ഉപയോഗിക്കാം എന്നല്ലാതെ. ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന നിസ്കാരം നോമ്പ് അതോടെ തീർന്നു അല്ല. ജീവിതം മുഴുക്കയും അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴേ മുസ്ലിം ആവുക. അള്ളാഹുക്ക് സമർപ്പിച്ചു എന്നല്ലേ പറയാ. അത് നിങ്ങളുടെ ഫൈനാൻസിലും, നിങ്ങളുടെ എക്കണോമിയിലും, നിങ്ങളുടെ വീട്ടിലും, നിങ്ങളുടെ ഹോം അഫയേഴ്സിലും, നിങ്ങളുടെ സോഷ്യൽ അഫയേഴ്സിലും ഒക്കെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അക്കൗണ്ടന്റുകളും സിഎകളും ഒക്കെ ആകുമ്പോഴേ ഇതുപോലുള്ള കമ്പനികൾക്കൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അള്ളാഹുവിനോട് പറയാം, റബ്ബ് എനിക്ക് ഹലാലായ ജോലി മതി റബ്ബേ. മൻ തറക ലില്ലാഹ് ഷൈഅൻ അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചാൽ അതിലേറെ ഖൈറായത് അള്ളാഹു നിങ്ങൾക്ക് പകരം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഹബീബൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഈമാൻ ഉറപ്പാണ്. നിങ്ങളുടെ ഈമാൻ ഉറപ്പാണോ, നിങ്ങൾ അള്ളാഹു ഹലാലിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങൾ ഹറാമിലേക്ക് പോകണ്ട. ബാങ്ക് ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷ വരെ കൊടുക്കണ്ട.
എന്തേ? നമുക്ക് വേണ്ട. അവിടെ ഒരുപാട് ആൾക്കാർ, നാട്ടുകാർ ഒരുപാടില്ല ജോലി ചെയ്യാൻ തയ്യാറുള്ളവര്. മുഅ്മിനായി നിങ്ങൾക്കത് വേണ്ട, വേറെ ആൾക്കാർ കയറിക്കോളും, അവര് ചെയ്തോട്ടെ, നമുക്കത് വേണ്ട. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കും. എന്റെ ഈ പലിശ ഇങ്ങനെ എതിർക്കാൻ കാരണം എന്നറിയോ? ഇസ്ലാം ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ടാണ് പലിശ കൊടുക്കുക. നിങ്ങളുടെ പേരെന്താ? യൂസുഫ് അള്ളാഹ് തങ്ങളാണ്. കുഞ്ഞുക്കോയ തങ്ങളെ ഉദാഹരണം പറയുന്നില്ല, അതിന്റെ ഹുർമത്ത്. നിങ്ങളെ പേരെന്താ? ജാഫിരിക്ക്. ജാഫർ എന്താ ജോലി ചെയ്യുന്നേ? ഇലക്ട്രീഷ്യനാ, കാറ്ററിംഗ് ആണ്. അപ്പം ഇഫ്താറൊക്കെ ഉണ്ടാവൂല്ലേ? അപ്പൊ ഇഫ്താറും കഴിഞ്ഞപ്പോ അത്താഴത്തിന്റെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലേ, അത്താഴ പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊ, അത്താഴ പാർട്ടിയൊക്കെ അല്ലേ. ഇഫ്താറിന് തികയണില്ല ബുക്കിംഗ്. അപ്പൊ പിന്നെ ഇഫ്താറിന് വരുന്ന സഹരിക്ക് വരി, അത്താഴത്തിന് വരി എന്ന് പറയും. അപ്പൊ ജാഫർ ഒരു പ്രയാസത്തിലുള്ള സമയം, 1000 റുപ്യ കടം തരുമെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പ്രയാസത്തിലാണെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ജാഫറിനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ പച്ചയായി സഹായിക്കേണ്ട ആളാണ്, അല്ലെ? ഞാൻ 1000 ജാഫറിന് കൊടുക്കുന്ന, ജാഫറെ നീ എന്ത് ചെയ്യുക, നിനക്ക് കഴിയുന്ന സമയത്ത് തിരിച്ചു തരണേ, അല്ലെ ഇന്ന സമയത്ത് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം. ഇത് ചെയ്യേണ്ടതിന് പകരം ജാഫർ കുടുങ്ങിയിട്ടുണ്ട്, അപ്പൊ പിന്നെ ഒരു പണി ചെയ്യാം, എന്നാ ഞാൻ തരാം, എനിക്ക് 1100 തരേണ്ടി വരും. ആയിക്കോട്ടെ, എനിക്ക് ഇപ്പൊ 1000 കിട്ടുക നിർബന്ധ, 1100 അടുത്ത മാസല്ലേ, ഞാൻ തരാം. ഗതികേട് കൊണ്ട് ജാഫർ ഓക്കെ എന്ന് പറയും. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ഗതികേട് നിങ്ങൾ കച്ചവടാക്കരുത്. ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയ നേരം ആ മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യത്വത്തോടുകൂടെ സഹായിക്കുക. അവിടെ നഷ്ടം വരും, അവിടെ ചിലപ്പോ ഫ്ലക്ച്വേഷൻ വരും, നിങ്ങൾ കൊടുത്ത പൈസയുടെ മൂല്യം കൂടും കുറയൊക്കെ ചെയ്യും, നോർമലാ. മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ സഹിച്ചു